ചില ചെടികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റീപ്പോർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് റീപ്പോർട്ടിങ് വീഡിയോ ആണ്. ചോക്ലേറ്റ് ക്യൂൻ എന്ന ഈ ചെടിയെ ഞാൻ റീപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. കുറേ ആയ ഒരു കുഞ്ഞു ചട്ടിയിൽ നിങ്ങളൊക്കെ വീഡിയോയിൽ കാണാറുണ്ട്. ആ പൊട്ടിയ ഭാഗത്തോടെ വേര് പുറത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കണ്ട് ചട്ടി എല്ലാ സൈഡും തട്ടിക്കൊടുത്ത് ഒന്ന് ഇളക്കി വെച്ചപ്പോൾ വേരുള്ളിലേക്കായതാണ്. നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടോ ഇത്. നന്നായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടാണ്. അപ്പോൾ ഈ ചട്ടിൻ്റെ ഉള്ളിൽ കൂടി വേര് വന്നപ്പോൾ ചട്ടി നിലത്ത് വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്ക് വീണ് പോകുന്നു. അതുകൊണ്ടാണ് ഇത് മാറ്റി കൊടുക്കുക. അതുമല്ല നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ നിന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള പോട്ടിലേക്ക് നമ്മൾ ഏതൊരു ചെടിയായാലും ആ ചെടിച്ചട്ടിയിൽ വേരൊക്കെ ഫുള്ളായാൽ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം. ഈ ഒരു ചെടിയെ വലിയ ചട്ടിയിലേക്ക് നമ്മൾ ഒരിക്കലും മാറ്റാൻ പാടില്ല കേട്ടോ. നമ്മൾ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള പോട്ടാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് നമുക്ക് അങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ കേട്ടോ. കാരണം ഇതിൻ്റെ മണ്ണൊന്നും തട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, വേരൊന്നും കഴുകേണ്ട ആവശ്യമില്ല. നല്ല വേരാണ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരൊക്കെയാണുള്ളത്. അപ്പോൾ ഞാൻ ഇതിനെടുത്ത് വെച്ചിട്ടുള്ള പോട്ടി മിക്സ് എന്ന് പറയുന്നത് കുറച്ച് ഉമി, കുറച്ച് മണ്ണ്, കുറച്ച് മണൽ, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തത് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചാണകപ്പൊടിയും കൂടി വേണ്ടിയിരുന്നു, പക്ഷേ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ ബാസാക്കോട്ട ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല. നമ്മളൊരു വളം മാറി നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ അത് അടുത്തടുത്ത് നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ചെടിക്ക് അത് ദോഷം ചെയ്യും. നമ്മൾ കൊടുത്തിട്ട് ഒരു 15-20 ദിവസം കഴിഞ്ഞാലേ വേറൊരു വളം കൊടുക്കാൻ പറ്റുള്ളൂ. അത് അല്ലാതെ നമ്മൾ ഏത് ചെടിക്കും കൂടുതൽ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ദോഷം ചെയ്യും കേട്ടോ. കൂടുതൽ വളം നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഏതൊരു വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ നമ്മൾ നനയ്ക്കുകയും വേണം കേട്ടോ. നനച്ചും കൊടുക്കണം, വളം മാത്രം ഇട്ടിട്ട് പോരാൻ പറ്റില്ല. ഇനി NPK 19 ഒക്കെ നമ്മൾ വളം കൊടുക്കുക എങ്ങനെയാണ്? നനച്ചതിന് ശേഷം, ചെടികളൊക്കെ നനച്ചതിന് ശേഷമാണ് നമ്മൾ ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ. അപ്പം ഞാനിത് നല്ല രീതിയിൽ പോട്ട് ചെയ്തിട്ടുണ്ട്, സുന്ദരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ക്യൂൺ, അതായത് കോഡ്വൈൻ പ്ലാന്റിലെ ഏറ്റവും നല്ലൊരു ചെടിയാണ് നമ്മുടെ ചോക്ലേറ്റ് ക്യൂൺ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നല്ലൊരു ചോക്ലേറ്റിൻ്റെ കളറാണ് തളിരിലുണ്ടാകുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബോർഡറിലായിട്ട് അതിന് നല്ലൊരു ക്രീം കളറും, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഗ്രീൻ എന്ന് പറഞ്ഞുകൂടാ, അങ്ങനത്തെ ഒരു കളർ, അങ്ങനെ 3-4 കളർ കൂടിയിട്ടുള്ള ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ഡ്രൈനേജ് കൂടെ ഓൾസ് കൂടെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഏതൊരു ചെടി നട്ടു കൊടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് റീപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയാം.